ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ലാവൻഡർ ഫ്ലവർ വെച്ചിട്ട് ബൊക്കെയാണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് 2 കളർ യാൺസ് എടുത്തിട്ടുണ്ട്. പിന്നെ ടേപ്പ്, അതുപോലെ ഗ്ലൂ ഗൺ, 2.5 mm ഹുക്ക്, പിന്നെ സിസേഴ്സ് ആൻഡ് എ സ്ക്യൂവർ. ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2.5 mm ഹുക്കും അതുപോലെ അക്രിലിക്കാണ്. ഓൾമോസ്റ്റ് ഒരു ലാവൻഡർ കളർ ഉള്ള അക്രിലിക്കാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പർപ്പിൾ, വയലറ്റ് അങ്ങനത്തെ ഷെയ്ഡ്സിൽ വരുന്ന ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ടും നമുക്ക് ഈ ഒരു ബൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം 55 ചെയിൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ബേസിക്സ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒട്ടും ബേസിക് ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ബേസിക് വീഡിയോ കണ്ടതിന് ശേഷം ഏകദേശം ഒരു നോളജ് ആയതിനു ശേഷം ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 55 ചെയിൻസാണ് ബേസായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ നമ്മളിവിടെ 55 ചെയിൻസ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഈ ഒരു ലാവൻഡർ ഫ്ലവറിൻ്റെ പെറ്റൽസ് ചെയ്യാനുള്ള ബേസ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ ഹുക്കിൽ നിന്ന് 3 ചെയിൻസ് സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിലാണ് നമ്മളിനി വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഹുക്കിൽ നിന്ന് 1, 2 and 3 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. ആൻഡ് 4th ചെയിനിലോട്ട് നമ്മൾ 4 ഡബിൾ ക്രോഷ്യേസ് ആണ് ചെയ്യാൻ പോകുന്നത്. സെയിം സ്റ്റിച്ചിൽ തന്നെ 4 ഡബിൾ ക്രോഷ്യേസ്. ആദ്യത്തേതായി ആൻഡ് 2, 3 and 4. 4 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. 4 ഡബിൾ ക്രോഷ്യ ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്തു. ഇനി നെക്സ്റ്റ് ചെയിനിനകത്തോട്ട് നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. തൊട്ടടുത്ത ചെയിനിൽ സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ 5 ചെയിൻസ് ആണ് ചെയ്യുന്നത്. 2, 3, 4 and 5. ഈ 5 ചെയിൻസ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത സിംഗിൾ ക്രോഷ്യയിൽ തന്നെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു പെറ്റലിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു വലിയൊരു പെറ്റലും ആൻഡ് ഒരു ടൈനി പെറ്റലും. ഇങ്ങനെ ഇത് നമുക്ക് ഈ ഒരു ചെയിൻ സ്ട്രാപ്പ് മുഴുവനും ലാസ്റ്റ് ഒരു 9 സ്റ്റിച്ചോളം ലെഫ്റ്റ് ചെയ്യണ പോലെ ബാക്കി എല്ലാത്തിലും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പാറ്റേൺ ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഞാൻ കാണിക്കുകയാണ്. ആദ്യത്തെ ഒരു സ്റ്റിച്ചിനകത്തോട്ട് 4 ഡബിൾ ക്രോഷ്യേസ് ചെയ്യാം. സെയിം സ്റ്റിച്ചിൽ 4 ഡബിൾ ക്രോഷ്യേസ്. 1, 2, 3, 4 ഡബിൾ ക്രോഷ്യേസ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, ഒരു സിംഗിൾ ക്രോഷ്യ. ദെൻ അവിടെ നിന്ന് ഒരു 5 ചെയിൻസ് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. 1, 2, 3, 4, 5. ഓക്കെ, എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷ്യയുടെ ഉള്ളിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പോൾ ഇതാണ് പാറ്റേൺ. ത്രൂ ഔട്ട് ദി സ്ട്രിപ്പ് നമ്മൾ ഈ ഒരു സെയിം പാറ്റേൺ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക. ഓൾമോസ്റ്റ് ഒരു 40 പെറ്റൽസോളം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഒരു 7 to 9 ചെയിൻസ് അവിടെ സ്കിപ്പ് ചെയ്യുക. അത് നമുക്ക് കളർ ചേഞ്ച് ചെയ്തിട്ട് ലീഫിൻ്റെ പാറ്റേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലോങ് ചെയിൻ സ്ട്രാപ്പിലാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെയ്തു വരുന്ന ഭാഗങ്ങളെല്ലാം ഇങ്ങനെ കേൾസ് പോലെ ആയിട്ടാണ് വരിക. പിന്നെ ഈ ചെയിൻസ് ഇങ്ങനെ തിരിഞ്ഞു പോവാതെ സ്ട്രെയിറ്റായി തന്നെ വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ട്വിസ്റ്റായി പോയി കഴിഞ്ഞാൽ നമ്മുടെ വർക്കും അതുപോലെ ഒരുപാട് ട്വിസ്റ്റ് ആവും. ഇപ്പോൾ നമ്മുടെ പെറ്റൽസ് മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഒരു 7 to 9 ചെയിൻസ് നമ്മളവിടെ വിട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് ലീഫ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഗ്രീൻ കളർ യാണ് ജസ്റ്റ് ഒരു സ്ലിപ്പ് സ്റ്റിച്ചിലൂടെ ആഡ് ചെയ്യുക. ദെൻ തൊട്ടടുത്ത ചെയിനിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു സിംഗിൾ ക്രോഷ്യ സെയിം സ്പേസിൽ തന്നെ ചെയ്ത് കൊടുക്കുക. സിംഗിൾ ക്രോഷ്യ. എന്നിട്ട് ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1 ചെയ്തിട്ട്
ചെയിൻ 1 2 3 4 5. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, എന്നിട്ട് ചെയിൻ 5 ചെയ്തിട്ട് നമ്മൾ പെറ്റൽസിൽ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യയുടെ അകത്തൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് കഴിഞ്ഞാൽ ചെയിൻ 1, ചെയിൻ 1 ചെയ്തിട്ട് എഗെയിൻ നെക്സ്റ്റ് ഒരു ചെയിനകത്തോട്ട് വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. സിംഗിൾ ക്രോഷ്യ, അവിടുന്ന് വീണ്ടും ചെയിൻ 5, ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇൻ ടു ദ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ. ഈ സെയിം തന്നെ ഈ ഒരു സ്ട്രാപ്പിൻ്റെ എൻഡ് വരെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലീഫിൻ്റെ പാറ്റേൺ വരുന്നത്. ഇപ്പോൾ എൻഡ് വരെ നമ്മൾ ലീഫ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ആ യാൺസിൻ്റെ എൻഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമ്മുടെ യാൺ എൻഡ്സ് ഉണ്ടല്ലോ, വർക്ക് ചെയ്തിരുന്ന യാണും നമ്മൾ ആഡ് ചെയ്ത ആ ഗ്രീൻ കളർ യാണും അത് ഒന്ന് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് അതൊരു നോട്ട് ഇട്ട് കൊടുക്കാം. ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മളൊരു ചെയിൻ 1 ചെയ്തിട്ടാണ് കട്ട് ചെയ്ത് നോട്ട് ഇടാറ്. കട്ട് ചെയ്യുക, അതിങ്ങോട്ട് വലിച്ച് ഇനി നമുക്കൊന്ന് സെക്യൂർ ചെയ്യാൻ, ഇത് അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തുടക്കത്തിൽ ആഡ് ചെയ്ത സ്ലിപ്പ് നോട്ടിൻ്റെ തുടക്കത്തിലുള്ള യാണാണത്. അതും ഈ ലാസ്റ്റ് വന്നതും കൂടെ ജസ്റ്റ് ഒരു 2 നോട്ട് ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു സ്ക്യൂവറിനകത്തോട്ട്, ഒന്നുകിൽ സ്ക്യൂവറിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് ഈ യാൺ തന്നെ സെയിം ഗ്രീൻ കളർ യാൺ തന്നെ ചുറ്റിക്കൊടുക്കാം. എൻ്റെ കയ്യിൽ അതിന് പകരം നമ്മുടെ ടേപ്പ് ഉണ്ട്, സ്റ്റെമ്മിനൊക്കെ യൂസ് ചെയ്യുന്ന ടേപ്പ്. ആ ടേപ്പ് വെച്ചിട്ട് നമ്മുടെ സ്ക്യൂവറിൽ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിക്കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ടേപ്പ് കുറച്ച് ലൈറ്റർ കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ 2 തവണ ചുറ്റുന്നുണ്ട്. അപ്പോൾ ഈ ടേപ്പ് തൊടുമ്പോൾ ഇതിൽ സ്റ്റിക്കി ആയിട്ടുണ്ടാവില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് സ്റ്റിക്കി ആയിട്ട് വരാം. ഈ ഒരു ടേപ്പ് നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. ഇതിങ്ങനെ ഫുള്ളായിട്ട് ചുറ്റിക്കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ടൈം ചുറ്റുന്നുണ്ട്, താഴോട്ടും അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു തവണ കൂടെ ചുറ്റുന്നുണ്ട്. ഇത്രയും ലൈറ്റർ കളറായ കാരണം ഇത്രയും കൂടെ കളർ വരാൻ വേണ്ടിയിട്ടാണ് 2 തവണ ചുറ്റി കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഈ സ്റ്റെമ്മും ഈ ലീഫ് പെറ്റൽസും കൂടെ ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പെറ്റലിൽ കുറച്ചൊരു ഗമ്മാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സ്റ്റെമ്മാക്കി വെച്ചിട്ടുള്ള ടേപ്പ് ചുറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സ്ക്യൂവർ അതിനകത്തോട്ട് വെച്ചതിന് ശേഷം ഒന്ന് അമർത്തി ഈ ഒരു ഫുൾ സ്ട്രാപ്പ് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അത് പതുക്കെ പതുക്കെ ശ്രദ്ധിച്ച് ട്വിസ്റ്റായി പോവാതെ പതുക്കെ ഇങ്ങനെ ചുറ്റിക്കൊടുക്കുക. ഇടയിലൊന്ന് ഗ്ലൂ ആക്കി കൊടുക്കാം, അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇടയിൽ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്കങ്ങനെ എൻഡ് വരെ ചുറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ലാവൻഡർ ഫ്ലവേഴ്സ് കുറച്ച് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ കൂടെ ഉണ്ടാക്കി ഒന്നിച്ച് വെച്ചിട്ട് ഒരു ബൊക്കെ പോലെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.